ഒളിമ്പിക്സ് വനിതാ ഗുസ്തിയിൽ ഇന്ത്യയുടെ വിനേഷ് ഫോഗട്ട് ഫൈനലിൽ കടന്നു. സെമിയിൽ ക്യൂബൻ താരത്തെ 5-0 പരാജയപ്പെടുത്തി ഫൈനലിൽ പ്രവേശിച്ചതോടെ ഒളിമ്പിക്സ് ഗുസ്തി ഫൈനലിൽ പ്രവേശിക്കുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരമായി മാറി. ഫൈനൽ പോരാട്ടം നാളെ നടക്കും. വിവരങ്ങളുമായി ശരത് എം ചേരുകയാണ്. ശരത്ത്, ഈ ഗുസ്തിയിൽ ഇന്ത്യക്ക് വലിയ നേട്ടം, അതും ഒരു വനിത ഫൈനലിലേക്ക് പ്രവേശിക്കുന്ന വലിയ മുന്നേറ്റം തന്നെ നടന്നിരിക്കുന്നു. അതും ക്യൂബൻ താരത്തെയാണ് 5-0 എന്നുള്ള പോയിന്റോടുകൂടി പരാജയപ്പെടുത്തിയിരിക്കുന്നു. ഈ വിജയത്തെ എങ്ങനെ കാണാം ശരത്ത്? വിനോദ്, ഇന്നത്തെ മത്സരം ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച ഒരു വിജയമായി നമുക്ക് കണക്കാക്കുവാൻ സാധിക്കും. കാരണം ഇതൊരു ചരിത്ര നിമിഷമാണ്. ഇന്ത്യൻ വനിതാ താരമായ വിനേഷ് ഫോഗട്ട് ചരിത്രത്തിൽ ആദ്യമായ ഒരു ഇന്ത്യൻ വനിതാ താരം ഗുസ്തിയുടെ ഫൈനലിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു വനിതാ താരം ഗുസ്തിയിലെ ഫൈനലിൽ പ്രവേശിച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഇന്ന് നടന്ന ഫൈനലിൽ ക്യൂബൻ താരത്തെ 5-0 എന്ന് പറയുന്ന ഏകപക്ഷീയമായ ഒരു സ്കോറിനാണ് വിനേഷ് ഫോഗട്ട് പരാജയപ്പെടുത്തിയത്. ഇന്ന് തന്നെ പ്രീ ക്വാർട്ടർ അതുപോലെ തന്നെ ക്വാർട്ടർ മത്സരങ്ങളും ഇന്ന് തന്നെ ഇതിനു മുമ്പ് നടന്നിരുന്നു. ആ രണ്ട് മത്സരങ്ങളിലും മികച്ച രീതിയിൽ തന്നെ വിജയിച്ചുകൊണ്ടാണ് വിനേഷ് ഫോഗട്ട് സെമിയിലേക്ക് യോഗ്യത നേടിയത്. എന്ന സെമി പോരാട്ടത്തിൽ ക്യൂബൻ താരത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട് വിനേഷ് ഫോഗട്ട് ഫൈനലിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. മികച്ച ഒരു മത്സരം തന്നെയാണ്. മത്സരത്തിൽ ഒരു തവണ പോലും പുറകിൽ പോകാതെ 5-0 എന്ന് പറയുന്ന മികച്ച ഒരു വിജയം തന്നെയാണ് വിനേഷ് ഫോഗട്ട് സ്വന്തമാക്കിയത്. മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ 1-0 വിനേഷ് ഫോഗട്ട് മുന്നിൽ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. എന്നാൽ അതിനുശേഷം ആദ്യ പകുതിക്ക് പിരിഞ്ഞതിനു ശേഷം പിന്നീട് 4 പോയിന്റുകൾ കൂടി സ്വന്തമാക്കി 5-0 എന്ന് പറയുന്ന ഒരു വ്യക്തമായ ഒരു ഭൂരിപക്ഷം വിനേഷ് ഫോഗട്ട് മത്സരത്തിന് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണുവാൻ സാധിച്ചു. അതിനുശേഷം 5-0 എന്ന് പറയുന്ന ആ ഒരു സ്കോറിൽ തന്നെ വിനേഷ് ഫോഗട്ട് ജയിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. നമുക്കിന്ന് പരാജയപ്പെടുത്തിയ താരം ആരാണെന്ന് നോക്കിയാൽ ക്യൂബൻ താരമായ യുസ്നൽസ് ലോപ്പസിനെയാണ് വിനേഷ് ഫോഗട്ട് ഇന്ന് നടന്ന ആ സെമി ഫൈനൽ പോരാട്ടത്തിൽ പരാജയപ്പെടുത്തിയത്. ഇത് മാത്രമല്ല, ഇന്നത്തെ ഈ വിനേഷ് ഫോഗട്ടിന്റെ ഈ മത്സരത്തിലെ വിജയത്തോടുകൂടി ഇന്ത്യ പാരീസ് ഒളിമ്പിക്സിലെ 4ാം മെഡൽ ഏറെക്കുറെ ഉറപ്പിച്ചിരിക്കുകയാണ്. അതായത് ഫൈനലിൽ പ്രവേശിച്ചതോടെ ഇന്ത്യക്ക് സ്വർണം അല്ലെങ്കിൽ വെള്ളി മെഡൽ, ഇതിൽ ഈ 2 മെഡൽ ഏത് മെഡലാണ്, ഈ 2 മെഡലുകൾ ഏതെങ്കിലും ഒന്ന് ഭാരതം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. കാരണം ഈ ഫൈനൽ പ്രവേശിച്ചതോടുകൂടി തന്നെ വെള്ളി അല്ലെങ്കിൽ സ്വർണ്ണ പോരാട്ടമായിരിക്കും ഇനി നാളെ നടക്കുന്ന ഫൈനൽ നടക്കുക. നാളെ ഇന്ത്യൻ സമയം 11 മണിക്കാണ് അതായത് ഫൈനൽ പോരാട്ടം നടക്കുക. ചെയ്താലും മികച്ച ഒരു പോരാട്ടത്തിനൊടുവിൽ തന്നെയാണ് വിനേഷ് ഫോഗട്ട് ഇന്ന് പ്രീ ക്വാർട്ടറും അതുപോലെ തന്നെ ക്വാർട്ടറും സെമി പോരാട്ടവും ഇന്ന് തന്നെ നടന്ന ഈ 3 മത്സരങ്ങളും വിജയിച്ചുകൊണ്ടാണ് വിനേഷ് ഫോഗട്ട് ഫൈനലിലേക്ക് പ്രവേശിച്ചത്. നമുക്ക് നേരത്തെ ആ ഒരു ക്വാർട്ടർ മത്സരം, അതായത് ഇന്ന് നടന്ന സെമി ഫൈനൽ പോരാട്ടത്തിന് തൊട്ടു മുമ്പ് നടന്ന ക്വാർട്ടർ പോരാട്ടം പരിശോധിച്ചു കഴിഞ്ഞാൽ ഉക്രൈൻ താരമായ ഒക്സനെയാണ് വിനേഷ് ഫോഗട്ട് ക്വാർട്ടറിൽ പരാജയപ്പെടുത്തിയത്. അത് 7-5 എന്ന് പറയുന്ന ഒരു സ്കോറിനാണ് വിനേഷ് ഫോഗട്ട് ആ ഒരു വിജയം സ്വന്തമാക്കി സെമി ഫൈനലിലേക്ക് മുന്നേറിയിരുന്നത്. അതിൽ തന്നെ താരം മികച്ച രീതിയിലുള്ള മുന്നേറ്റം തന്നെ ആ ക്വാർട്ടർ പോരാട്ടത്തിലും നടത്തിയിരുന്നു. താരം തുടക്കത്തിൽ തന്നെ 4-0 എന്ന് പറയുന്ന ഒരു വ്യക്തമായ ഭൂരിപക്ഷത്തിലേക്ക് താരം എത്തിയിരുന്നു. വ്യക്തമായ ഒരു ആധിപത്യമാണ് മത്സരത്തിലുടനീളം പുലർത്തി വന്നിരുന്നത്. അതിനുശേഷമാണ് 7-5 എന്ന് പറയുന്ന ഒരു സ്കോറിന് താരം ജയിച്ചുകൊണ്ട് സെമിയിലേക്ക് മുന്നേറിയത്. അതുമാത്രമല്ല, ഇന്ന് പ്രീ ക്വാർട്ടറിൽ പരാജയപ്പെടുത്തിയ താരത്തെ ഇവിടെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം പ്രീ ക്വാർട്ടറിൽ പരാജയപ്പെടുത്തിയതിൽ ഒളിമ്പിക്സിലെ തന്നെ നിലവിലെ ചാമ്പ്യനും 1ാം സീഡുമായ ലോകത്തിലെ ഏറ്റവും മികച്ച ഗുസ്തി താരമായി കണക്കാക്കപ്പെടുന്ന ജപ്പാന്റെ യുയി സുസാക്കിയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് വിനേഷ് ഫോഗട്ട് ഇന്ന് പ്രീ ക്വാർട്ടറിൽ മത്സരം ജയിച്ചുകൊണ്ട് ക്വാർട്ടറിലേക്ക് മുന്നേറിയത്. ആ ഒരു മത്സരത്തിൽ സുസാക്കി, കാരണം ലോകത്തിൽ തന്നെ 1ാം നമ്പർ താരം കൂടിയാണ് സുസാക്കി എന്ന് പറയുന്നത് ജപ്പാന്റെ. അപ്പോൾ ആ താരത്തെ ആണ് വിനേഷ് ഫോഗട്ട് പ്രീ ക്വാർട്ടറിൽ പരാജയപ്പെടുത്തിയത്. കാരണം അത്ര ആർക്കും അങ്ങനെ പരാജയപ്പെടുത്താൻ സാധിക്കാത്ത ഒരു താരം കൂടി തന്നെയാണ്. താരത്തിന്റെ കരിയറിലെ 4ാമത്തെ മാത്രം പരാജയമാണ് വിനേഷ് ഫോഗട്ടിനോട് യുയി സുസാക്കി നേരിട്ടത്. ആ താരത്തെ അങ്ങനെ പരാജയപ്പെടുത്തി. അത് നിലവിലെ ഒളിമ്പിക്സിൽ, ടോക്കിയോ ഒളിമ്പിക്സിൽ കഴിഞ്ഞ തവണ സ്വർണം നേടിയ താരത്തെയാണ് വിനേഷ് ഫോഗട്ട് പ്രീ ക്വാർട്ടറിൽ പരാജയപ്പെടുത്തത്. ആ ഒരു പ്രീ ക്വാർട്ടറിൽ 3-2 എന്ന് പറയുന്ന ഒരു കടുത്ത പോരാട്ടം തന്നെയായിരുന്നു വിനേഷ് ഫോഗട്ടും യുയി സുസാക്കിയും തമ്മിൽ നടന്ന ആ ഒരു പോരാട്ടം. ആ ഒരു പോരാട്ടത്തിൽ വിജയിച്ചുകൊണ്ടാണ് വിനേഷ് ഫോഗട്ട് ഫൈനലിലേക്ക്, അതായത് ക്വാർട്ടറിലേക്കും മുന്നേറിയത്. അവിടെ നിന്ന് ക്വാർട്ടറിൽ നിന്ന് ഇപ്പോൾ ക്വാർട്ടറും ജയിച്ച് സെമിയും കടന്ന് താരം ഇപ്പോൾ ഫൈനലിലേക്ക് യോഗ്യത നേടിയിരിക്കുകയാണ്. ഫൈനൽ പോരാട്ടം നാളെ ആയിരിക്കും ഫൈനൽ പോരാട്ടം നടക്കുക. ആ ഒരു മത്സരം കൂടി വിജയിക്കുകയാണെങ്കിൽ ഭാരതത്തിന് ഒളിമ്പിക്സ് ഗുസ്തിയിൽ വനിതാ വിഭാഗത്തിൽ ആദ്യമായി ഒരു സ്വർണ്ണ മെഡൽ ലഭിക്കും. അത് മാത്രമല്ല, വെള്ളിയാണെങ്കിൽ കൂടിയും അത് ചരിത്രമായി മാറും. ഇതുവരെ ഒരു ഇന്ത്യൻ വനിതാ ഗുസ്തി താരവും ഒരു ഒളിമ്പിക്സിൽ വെള്ളി അല്ലെങ്കിൽ സ്വർണ്ണ മെഡലുകൾ നേടിയിട്ടില്ല. അപ്പോൾ വെള്ളിയോ സ്വർണ്ണമോ ഏത് മെഡൽ ആയിക്കോട്ടെ അതൊരു ചരിത്രം തന്നെയായി മാറും. ഒരു വനിതാ ഗുസ്തി താരം ഒളിമ്പിക്സിന്റെ ഫൈനലിൽ എത്തുന്നത് തന്നെ ചരിത്രമാണ്. അപ്പോൾ മെഡൽ നേടിക്കഴിഞ്ഞാൽ അത് ചരിത്ര സംഭവം തന്നെയായി മാറുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. എന്തായാലും വിനേഷ് ഫോഗട്ടിന്റെ ഒരു അത്യുഗ്രൻ പ്രകടനമാണ് ഇന്ന് നടന്നത്. ക്യൂബൻ താരത്തെ ഏകപക്ഷീയമായ 5-0 എന്ന് പറയുന്ന ഒരു സ്കോറിന് പരാജയപ്പെടുത്തിക്കൊണ്ട് താരം ഫൈനലിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. വിനോദ്, തീർച്ചയായും ഈ ഗുസ്തി മത്സരത്തിൽ ഇന്ത്യയുടെ ഈ നേട്ടം എല്ലാ ഭാരതീയർക്കും ഏറെ അഭിമാനിക്കാവുന്നതാണ്. അതും വനിത എന്നുള്ള നിലയിൽ ഫൈനലിൽ ആരെയായിരിക്കും നേരിടുക, അത്തരത്തിലുള്ള ചിത്രങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ടോ? നേരത്തെ
ഈ ഗുസ്തി മേഖലയിൽ പ്രത്യേകിച്ചും ഇന്ത്യയുടെ ഒരു സ്ഥിതി എങ്ങനെയായിരുന്നു? ഈ അടുത്ത കാലത്താണോ ഈ ഗുസ്തി രംഗത്തൊക്കെ ഇന്ത്യൻ താരങ്ങൾ ഈ ഒരു തരത്തിലേക്ക് മുന്നേറ്റം നടത്തുന്നത് ഈ അടുത്ത കാലത്താണോ ശരത്ത്? ഗുസ്തിയിൽ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഇതിനു മുമ്പ് തന്നെ പുരുഷ താരങ്ങൾ ഇത് വെങ്കലവും അതുപോലെ തന്നെ വെള്ളി മെഡലുകൾ നേടുന്ന സാഹചര്യം ഗുസ്തിയിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഒരു വനിതാ താരം ഇതാദ്യമായിട്ടാണ് ഗുസ്തിയുടെ ഫൈനലിലേക്ക് പ്രവേശിക്കുന്നത്. അത് തന്നെയാണ് ഇവിടെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. കാരണം ഇതിനു മുമ്പ് പുരുഷ താരങ്ങൾ മാത്രമല്ല വനിതാ താരങ്ങൾ വെങ്കലം സ്വന്തമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ പുരുഷ താരങ്ങളാണ് ഇതിനു മുമ്പ് ഫൈനൽ പ്രവേശിച്ചിട്ടുള്ളതും അതുപോലെ തന്നെ വെള്ളി മെഡൽ സ്വന്തമാക്കിയിട്ടുള്ളത്. എന്നാൽ ഒരു വനിതാ താരം ഇത് ആദ്യമായാണ് ഫൈനൽ പ്രവേശിക്കുന്നതും ഒരു മെഡൽ സ്വന്തമാക്കുന്നത്. എന്ത് തന്നെയായാലും നമ്മളിവിടെ എടുത്തു പറയേണ്ടത് ഗുസ്തിയിൽ ഇന്ത്യ മികച്ച പ്രകടനം തന്നെയാണ് പുലർത്തിക്കൊണ്ട് പോകുന്നത്. നമുക്കറിയാവുന്ന പോലെ ഹരിയാന സ്വദേശിനിയായ വിനേഷ് ഫോഗോട്ട്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ദംഗൽ എന്ന് പറയുന്ന പ്രശസ്തമായ ഒരു ഇന്ത്യൻ സിനിമ ഈ വിനേഷ് ഫോഗോട്ടിന്റെയും സഹോദരിയുടെയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പിതാവായ മഹാവീർ ഫോഗോട്ടിന്റെയും എല്ലാം കഥ വിവരിക്കുന്ന ഒരു സിനിമ തന്നെയാണ്. അപ്പോൾ ആ ഒരു സിനിമ ആസ്പദമാക്കിയിട്ടാണ് ഇവരുടെ ഒരു ജീവിതം ആസ്പദമാക്കിയിട്ടാണ് ആ സിനിമ വന്നത്. അപ്പോൾ അതിൽ നമുക്ക് അറിയാവുന്ന പോലെ തന്നെ ഗുസ്തി പാരമ്പര്യമായി കണക്കാക്കുന്ന ഹരിയാന സ്വദേശികളാണ് ഈ ഇരു താരങ്ങൾ. അതുപോലെ തന്നെ ഇവരുടെ കുടുംബപരമായി തന്നെ ഗുസ്തിയെ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗമാണ്. അങ്ങനെ ആ ഒരു വിഭാഗത്തിൽ തന്നെ അത് മാത്രമല്ല ഈ ഒളിമ്പിക്സിന്റെ ഫൈനലിൽ എത്തിയതോടുകൂടി ഒരു ചരിത്ര നേട്ടത്തിലേക്ക് വിനേഷ് ഫോഗോട്ട് എത്തുമ്പോൾ തന്നെ കോമൺവെൽത്ത് ഗെയിംസിലും അതുപോലെ തന്നെ ഏഷ്യൻ ഗെയിംസിലും സ്വർണം നേടുന്ന ആദ്യ വനിതാ താരവും വിനേഷ് ഫോഗോട്ടാണ്. അത് താരം സ്വന്തമാക്കിയിട്ടുണ്ട്. അതിനു പുറമെ തന്നെ കോമൺവെൽത്ത് ഗെയിംസിൽ 3 സ്വർണം താരം ഇതിനു മുമ്പ് സ്വന്തമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ 1 സ്വർണവും 3 വെള്ളിയും 4 വെങ്കലവും താരം സ്വന്തമാക്കിയിട്ടുണ്ട്. അത്തരത്തിൽ ഗുസ്തിയിലുടനീളം മികച്ച പ്രകടനമാണ് താരം എല്ലായ്പ്പോഴും പുറത്തെടുത്തിട്ടുള്ളത്. പക്ഷേ ഒളിമ്പിക്സിൽ ആദ്യമായാണ് താരം ഇത്തരത്തിലൊരു മികച്ച മുന്നേറ്റം കാഴ്ചവെക്കുന്നതും അതുപോലെ തന്നെ ഒരു ഫൈനൽ എന്ന് പറയുന്ന ആ ഒരു സ്വപ്ന നേട്ടത്തിലേക്ക് എത്തുന്നതും. എന്തിനായാലും ഈ ഒരു മത്സരം വിജയിച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ താരത്തിന് കാത്തിരിക്കുന്നത് ഒരു സ്വപ്ന നേട്ടം കൂടിയാണ്. കാരണം സ്വർണം നേടിയാൽ അത് ചരിത്രമാകും, വെള്ളിയാണെങ്കിൽ കൂടിയും അതൊരു ചരിത്രം തന്നെയായി മാറും. ഏതായാലും ഫൈനൽ പ്രവേശിച്ചതോടുകൂടി വെള്ളി ഏതാണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ആ മത്സരം വിജയിച്ചു കഴിഞ്ഞാൽ അത് സ്വർണ്ണമായി മാറും. നമുക്കറിയാവുന്ന പോലെ തന്നെ ഗുസ്തിയിൽ ഇതിനു മുമ്പ് സുശീൽ കുമാർ വെള്ളിയും വെങ്കലവും നേടിയിട്ടുണ്ട്. അതിനുശേഷം പുരുഷ താരത്തിൽ സുശീൽ കുമാർ മാത്രമാണ് ഇതിനു മുമ്പ് ഒരു വെള്ളി കരസ്ഥമാക്കിയിട്ടുള്ളത്. വനിതാ താരങ്ങൾ ആരും ഇതുവരെ ഫൈനലിൽ പ്രവേശിച്ചിട്ടില്ല. എന്നാൽ അതിനുശേഷം ഇപ്പോൾ ആദ്യമായി ഒരു വനിതാ താരം ഫൈനലിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. എല്ലാ ഭാരതീയരും ഉറ്റുനോക്കുന്നത് ആ ഒരു ഫൈനൽ നേട്ടം, ആ ഫൈനലിൽ പ്രവേശിച്ചത് ഒരുപക്ഷെ അത് വെള്ളിയാകരുത്, അതൊരു പക്ഷേ ഒരു സ്വർണ്ണമായി മാറട്ടെ എന്ന് തന്നെയാണ് എല്ലാ ഭാരതീയരും ആഗ്രഹിക്കുന്നത്. എന്തായാലും ഇതൊരു ചരിത്ര നിമിഷത്തിന്റെ അരികിലാണ് വിനേഷ് ഫോഗോട്ട്. വിനോദ്, തീർച്ചയായും നമ്മൾക്ക് ഏറെ അഭിമാനം പുലർത്തുന്ന അല്ലെങ്കിൽ അഭിമാനം നൽകുന്ന വിജയം തന്നെയാണ് ഗുസ്തിയിൽ വനിതാ താരത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇനി നമുക്ക് ഹോക്കിയിലേക്ക് വന്നാൽ, ഹോക്കിയിൽ നമുക്ക് പ്രതീക്ഷയുള്ള മത്സരം തന്നെയാണല്ലോ. ഇപ്പോൾ മത്സരം നടക്കുമ്പോൾ 2-1 ഇന്ത്യ പുറകിൽ നിൽക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയ റിസൾട്ട് വരുന്നുണ്ട്. പക്ഷേ എന്നാൽ പോലും ഹോക്കി എല്ലാ കാലത്തും ഒളിമ്പിക്സിലടക്കം ഇന്ത്യ മികച്ച ടീമിനെ സംഭാവന ചെയ്ത ഒരു രാഷ്ട്രം തന്നെയാണല്ലോ. അപ്പോൾ ഹോക്കിയിൽ നമ്മുടെ പ്രതീക്ഷ എങ്ങനെയാണ് ശരത്? ഹോക്കിയിൽ നിലവിൽ ഇന്ത്യ ഇത്തരത്തിൽ പുറകിൽ പോകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. എങ്കിൽ കൂടിയും തുടക്കത്തിൽ തന്നെ ഇന്ത്യ ലീഡ് എടുക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിരുന്നു. അതിനുശേഷമാണ് ഇന്ത്യ പുറകിൽ പോയത്. എന്തായാലും മത്സരം ഇതുവരെ അവസാനിച്ചിട്ടില്ല, പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യക്ക് ഇനിയും മത്സരത്തിലേക്ക് തിരിച്ചു വരാനുള്ള അവസരമുണ്ട്. ഇവിടെയും എടുത്തു പറയേണ്ടത് PR ശ്രീജേഷ് എന്ന മലയാളി താരത്തിന്റെ ഒരു പ്രകടനമാണ്. കഴിഞ്ഞ ക്വാർട്ടർ ഫൈനൽ അടക്കം മികച്ച പ്രകടനം പുറത്തെടുത്തുകൊണ്ടാണ് താരം ഇന്ത്യ എന്ന രാജ്യത്തെ ഇത്തരത്തിൽ സെമി ഫൈനലിലേക്ക് നയിച്ചത്. ഈ ഒരു സെമി ഫൈനൽ വിജയിക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് ഫൈനലിലേക്ക് പ്രവേശിക്കാം. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ടോക്കിയോ ഒളിമ്പിക്സിൽ വെങ്കലം നേടിയ ഇന്ത്യൻ ടീമിന് അതൊരു വെള്ളിയോ അല്ലെങ്കിൽ സ്വർണ്ണമോ ആക്കി മാറ്റാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തും. ഒരുപക്ഷെ ഇന്നത്തെ മത്സരം പരാജയപ്പെടുകയാണെങ്കിൽ ഇന്ത്യ വെങ്കല പോരാട്ടത്തിനായി വീണ്ടും ഒരു മത്സരം കൂടി കളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അല്ലാത്ത പക്ഷം ഇന്ത്യ ഈ മത്സരം വിജയിക്കുകയാണെങ്കിൽ ഫൈനലിലേക്ക് പ്രവേശിക്കും. അങ്ങനെയാണെങ്കിൽ ഫൈനൽ പ്രവേശിച്ചാൽ നെതർലാൻഡ്സ് ആയിരിക്കും ഇന്ത്യയുടെ എതിരാളികളായി വരിക. ഏതായാലും ജർമ്മനി ഇന്ത്യ പോരാട്ടം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനു മുമ്പ് നമുക്കറിയാവുന്നതുപോലെ തന്നെ ഓസ്ട്രേലിയക്കെതിരെയൊക്കെ മികച്ച പ്രകടനമാണ് ഇന്ത്യ ഹോക്കിയിൽ കാഴ്ചവെച്ചത്. കാരണം ഓസ്ട്രേലിയയൊക്കെ പരാജയപ്പെടുന്ന 52 വർഷങ്ങൾക്ക് ശേഷം, ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഓസ്ട്രേലിയ പോലെയുള്ള ഒരു വമ്പൻ ടീമിനെ ഇന്ത്യ പരാജയപ്പെടുന്നത്. അതുപോലെ തന്നെ നിലവിലെ ചാമ്പ്യന്മാരായ ബെൽജിയം ഇതിനോടകം തന്നെ ടൂർണമെന്റിൽ നിന്ന് പുറത്തായ സ്ഥിതിക്ക് ഇന്ത്യക്ക് ഇനി വെല്ലുവിളി ഉയർത്തുന്നത് നിലവിൽ ജർമ്മനിയും അതുപോലെ തന്നെ ഫൈനലിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ നെതർലാൻഡ്സും മാത്രമായിരിക്കും. ഒരുപക്ഷേ ഈ 2 എതിരാളികളെയും മറികടക്കാനായാൽ ഇന്ത്യക്ക് ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഒളിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ നേടുവാൻ സാധിക്കും. അല്ലാത്ത പക്ഷം ഒരുപക്ഷെ ഈ മത്സരം പരാജയപ്പെടുകയാണെങ്കിൽ വെങ്കല മെഡൽ പോരാട്ടത്തിനായി ഇന്ത്യ മാറ്റിവെക്കും. അല്ലാത്ത പക്ഷം ഇന്ത്യ ഫൈനൽ പ്രവേശിക്കുകയാണെങ്കിൽ വെള്ളി അല്ലെങ്കിൽ അതൊരു സ്വർണ്ണ പോരാട്ടമായി മാറും. എന്തായാലും ഇന്ത്യയുടെ ഹോക്കി മത്സരങ്ങളും നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ, ഹോക്കി മത്സരത്തിലെ വിജയവും നമ്മൾക്ക് ഏറെ സന്തോഷം പകരുന്നതാണ്. കാരണം അതിലൊരു ശ്രീജേഷ് എന്ന് പറയുന്ന ഒരു മലയാളി ടച്ച് കൂടി ആ ടീമിനൊപ്പം ഉണ്ട് എന്നുള്ളത് നമ്മുടെ സന്തോഷത്തെ ഇരട്ടിയിലാക്കുന്നു. ഇപ്പോൾ ഹോക്കി മത്സരം നടക്കുന്നു. അതേപോലെ തന്നെ ഗുസ്തിയിലെ വിജയത്തെപ്പറ്റി ഇപ്പോൾ വനിതാ താരത്തിൻ്റെ വിജയവും പരാമർശിച്ചു. ഇനിയും വരുന്ന ദിവസങ്ങളിൽ ഇന്ത്യയുടെ പ്രതീക്ഷകൾ ഏതെല്ലാം ഇനങ്ങളിലാണ് എന്നുകൂടി ഒന്ന് വിലയിരുത്താൻ കഴിയുമോ ശരത്ത്?
ഇനി വരുന്ന ദിവസങ്ങളിൽ ഇന്ത്യ ഏറ്റവും അധികം പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു താരം എന്ന് പറയുന്നത് ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്രയാണ്. നമുക്കറിയാവുന്ന പോലെ തന്നെ കഴിഞ്ഞ ടോക്കിയോ ഒളിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയ നീരജ് ചോപ്രയിൽ തന്നെയാണ് ഇന്ത്യ ഈ ഒളിമ്പിക്സിലും സ്വർണം പ്രതീക്ഷിച്ചത്. താരം ഇന്ന് നടന്ന ഫൈനലിലേക്ക് യോഗ്യത നേടുന്ന പോരാട്ടത്തിൽ താരം 89.34 മീറ്റർ എറിഞ്ഞുകൊണ്ട് താരം ജാവലിൻ ത്രോയിലെ ഫൈനലിലേക്ക് നേരിട്ട് യോഗ്യത നേടിയിരിക്കുകയാണ്. താരത്തിന്റെ ആദ്യ ഒരു ത്രോയിൽ തന്നെയാണ് താരം ഈ ഒരു നേട്ടം സ്വന്തമാക്കിയത്. തന്റെ സീസൺ ബെസ്റ്റ് പ്രകടനത്തിലൂടെയാണ് നീരജ് ചോപ്ര ഫൈനലിലേക്ക് യോഗ്യത നേടിയത്. അപ്പോൾ നീരജ് ചോപ്രയിൽ തന്നെയാണ് ഇന്ത്യ പ്രതീക്ഷ അർപ്പിക്കുന്നത്. നീരജ് ചോപ്രയുടെ ഈ ഫൈനൽ പോരാട്ടം മറ്റന്നാൾ, അതായത് 8-ാം തീയതി നടക്കും. ആ ഒരു ഫൈനൽ പോരാട്ടത്തിൽ നീരജ് ചോപ്ര ഈ 2 ഗ്രൂപ്പുകളിലായാണ് ഇന്ന് ഫൈനലിലേക്കുള്ള ആ ഒരു യോഗ്യതാ പോരാട്ടം നടന്നത്. ഈ 2 ഗ്രൂപ്പുകളിൽ തന്നെ ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുത്തത് ഇന്ത്യൻ താരമായ ഹരിയാന സ്വദേശിനിയായ നീരജ് ചോപ്ര തന്നെയാണ്. നമുക്കറിയാവുന്നതുപോലെ തന്നെ കഴിഞ്ഞ ഒളിമ്പിക്സിൽ താരം സ്വർണം കരസ്ഥമാക്കിയിരുന്നു. ആ ഒരു സ്വർണം നേട്ടം ഇനിയും ആവർത്തിക്കുക, അതായത് ഈ ഒരു ഒളിമ്പിക്സിലും പാരീസ് ഒളിമ്പിക്സിലും ആ ഒരു സ്വർണ്ണ നേട്ടം ആവർത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് നീരജ് ചോപ്ര ഈ ഒളിമ്പിക്സിന് ഇറങ്ങിയിട്ടുള്ളത്. അത് അക്ഷരം പ്രതി ശരിവെക്കുന്ന പ്രകടനം തന്നെയാണ് താരത്തിന്റെ ഈ ഒരു ഫൈനലിലേക്ക് യോഗ്യത നേടുന്ന പോരാട്ടത്തിൽ കണ്ടത്. തന്റെ ആദ്യ ത്രോയിൽ തന്നെ 89.34 മീറ്ററാണ് താരം പിന്നിട്ടത്. അത് തന്നെ താരത്തിന്റെ സീസണിലെ ഏറ്റവും മികച്ച ഒരു പ്രകടനം തന്നെയാണ് താരം കാഴ്ചവെച്ചത്. എന്തിനാലും നീരജ് ചോപ്ര ഏതായാലും ഫൈനലിലേക്ക് യോഗ്യത നേടിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഫൈനലിൽ ഒരുപക്ഷെ മെഡൽ ഉറപ്പിച്ചു എന്ന് നമുക്ക് ഫൈനലിൽ പ്രവേശിച്ചുകൊണ്ട് പറയാൻ സാധിക്കില്ല. നിരവധി താരങ്ങൾ ഫൈനലിൽ നീരജ് ചോപ്രയോടൊപ്പം മാറ്റുരയ്ക്കും. അത്തരത്തിൽ ആദ്യ 3 സ്ഥാനങ്ങളിൽ എത്തുന്നവർക്ക് സ്വർണം, വെള്ളി, വെങ്കലം എന്നീ നിലയിലായിരിക്കും മെഡൽ ലഭിക്കുക. കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ഇത്തവണയും നീരജ് ചോപ്രയ്ക്ക് വെല്ലുവിളി ഉയർത്തുന്ന താരങ്ങൾ ഉണ്ടെങ്കിൽ കൂടി തന്നെയും ഈ ഫൈനലിലേക്ക് യോഗ്യത നേടുന്ന പോരാട്ടത്തിൽ ഒരു താരത്തിന് പോലും നീരജ് ചോപ്രയ്ക്ക് വെല്ലുവിളി ഉയർത്താൻ സാധിച്ചിട്ടില്ല നിലവിൽ. ഇനി ഫൈനൽ പോരാട്ടത്തിലേക്ക് കടക്കുമ്പോൾ അത് എപ്രകാരമാകുമെന്ന് നമുക്ക് പറയാൻ സാധിക്കാത്ത ഒരു സാഹചര്യമാണുള്ളത്. എന്തായാലും നീരജ് ചോപ്രയ്ക്ക് തന്നെയാണ് നിലവിൽ മെഡൽ നേടുന്നതിൽ ഒരു മുൻതൂക്കമുള്ളത്. അത് താരം ഫൈനലിലും ആവർത്തിക്കട്ടെ എന്ന് തന്നെയാണ് ഓരോ ഭാരതീയരും പ്രത്യാശിക്കുന്നത്. വിനോദ്, തീർച്ചയായും ഒളിമ്പിക്സിൽ ത്രിവർണ്ണ പതാക ഇത്തവണ പാറി പറക്കുക തന്നെ ചെയ്യും. വിവിധ മത്സരങ്ങളിലാണ് ഇന്ത്യയുടെ മുന്നേറ്റം നടക്കുന്നത്. ഗുസ്തിയിൽ ഫൈനലിലേക്ക് നമ്മുടെ വനിതാ താരം വിനേഷ് ഫോഗട്ട് കടന്നിരിക്കുന്നു. അതേപോലെ തന്നെ ഹോക്കിയിൽ പോരാട്ടം തുടരുന്നു. അതേപോലെ തന്നെ ജാവലിൻ ത്രോ അടക്കമുള്ള ഇനങ്ങളിൽ ശക്തമായ പോരാട്ടമാണ് ഇന്ത്യ കാഴ്ചവെക്കുന്നത്. ഒളിമ്പിക്സിൽ നമുക്ക് അഭിമാനകരമായ നേട്ടം തന്നെ ഇത്തവണ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സ്പോർട്സ് ഡെസ്കിൽ നിന്നും വിവരങ്ങൾ നൽകുകയായിരുന്നു ശരത്.